പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. എംപിമാരുടെ സസ്പെൻഷനും രാഹുൽ ഗാന്ധിയെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാത്തതും സഭയിൽ ഉന്നയിക്കും. ഗൌരവ് ഗൊഗോയ്ക്കെതിരായ പാക് ബന്ധമുയർത്തി പ്രതിരോധം തീർക്കാനാണ് ഭരണപക്ഷത്തിന്റെ നീക്കം. ബജറ്റ് ചർച്ചയും ഇന്നു മുതൽ ആരംഭിക്കും. PR സുനിലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് PR സുനിൽ. ഇന്ത്യ അമേരിക്ക സംയുക്ത പ്രസ്താവനയൊക്കെ ഇറങ്ങി, പക്ഷേ അപ്പോഴും അതിലൊരു വ്യക്തതയില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇന്നിപ്പോൾ സഭ പതിവ് പോലെ പ്രക്ഷുബ്ധമാകുമല്ലേ? റോഷ്നി, ശ്രുതി, ഏതായാലും ഇന്ന് പാർലമെന്റിന്റെ ഇരു സഭകളും ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധ കാഴ്ചകൾ തന്നെയായിരിക്കും ഇരു സഭകളിലും ഉണ്ടാകാൻ പോകുന്നത്. ഇന്ന് രണ്ട് സഭകളിലും ആരംഭിക്കേണ്ടത് ബജറ്റ് ചർച്ചയാണ്, ബജറ്റിന്മേലുള്ള ചർച്ചയാണ്. ഏതായാലും പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധം തുടരുകയാണെങ്കിൽ ഈ ബജറ്റും ചർച്ചയില്ലാതെ പാർലമെന്റിന്റെ ഇരു സഭകളും പാസ്സാക്കുന്ന കാഴ്ചയിലേക്ക് കൂടി പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഇന്ന് രണ്ട് സഭകളിലും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നോട്ടീസ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കാനുള്ള സാധ്യതയില്ല. കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനകളൊന്നും തന്നെ തൃപ്തികരമല്ല എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഈ കരാർ ഇന്ത്യയേക്കാൾ കൂടുതൽ അമേരിക്കയ്ക്കാണ് ഗുണം ചെയ്യുക. അമേരിക്കയ്ക്ക് ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കുന്ന ഒരു കരാറാണ് ഇത്. ഇന്ത്യയിലെ കാർഷിക മേഖലയെ തകർക്കുന്ന കരാറാണിത്. ഇന്ത്യയിലെ ചെറുകിട വ്യവസായ മേഖലയെ തകർക്കുന്ന കരാറാണിത് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതോടൊപ്പമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ നന്ദിപ്രമേയ ചർച്ചയിൽ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന വിഷയം. അതുപോലെ ഇന്ത്യ ചൈന അതിർത്തിയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് മുൻ കരസേനാ മേധാവി ജനറൽ MM നരവനെയുടെ പുസ്തകത്തിലെ ഭാഗം രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചതാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. ഏതായാലും ഇതൊക്കെ തന്നെ വലിയ വിഷയമായി പാർലമെന്റിന്റെ ഇരു സഭകളിലും ഇന്നും പ്രതിപക്ഷം ഉയർത്തും. ഈ ആഴ്ച പാർലമെന്റിന്റെ ആദ്യഘട്ട സമ്മേളനം സമാപിക്കാനുള്ളതാണ്. അപ്പോൾ അതിനു മുൻപ് ഈ ബജറ്റ് പാസ്സാക്കേണ്ടതുണ്ട്, ധനാഭ്യർത്ഥന ബില്ലുകൾ പാസ്സാക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം നടപടികളൊക്കെ തന്നെ ചർച്ചയില്ലാതെ രണ്ട് സഭകളും പാസ്സാക്കി പിരിയാനാണ് സാധ്യത. ഓക്കെ, PR സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.